അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും, നിങ്ങളുടെ കാലിൽ തറയ്ക്കുന്ന ഓരോ മുള്ളുകൾക്കും, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ത്യാഗങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കൂലി തരാതിരിക്കുകയില്ല, നമ്മുടെ പാപങ്ങളെ മാപ്പ് ചെയ്യാതിരിക്കുകയില്ല. ഈ പനി പിടിച്ച് ഈ പാവപ്പെട്ടവൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയല്ലേ, ആരെങ്കിലും ഒരു പനി പിടിച്ച് ഒരു ദിവസം അവൻ വേദനയോടുകൂടി കഴിഞ്ഞുകൂടിയാൽ അവന്റെ 2 വർഷത്തെ പാപം അല്ലാഹു മാപ്പാക്കി കളയുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറയുമ്പോ, പനിയെ നിങ്ങൾ ശപിക്കരുതേ, ശപിക്കരുതേ. പനി മാറാത്ത പനിയാണ്, വിട്ടുമാറാത്ത പനിയാണ്, ഡെങ്കിപ്പനിയാണ്, പന്നിപ്പനിയാണ്, കുരങ്ങുപനിയാണ്, തക്കാളി പനിയാണെന്ന് പറഞ്ഞ് നമ്മൾ പനിയെ ശപിക്കരുതേ, പനിയെ ശപിക്കരുതേ. തീർച്ചയായും ഫൈനൽ ഹുമാ മിൻ ഫൈഹി ജഹന്നം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ആ പനിയിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ചൂട് അത് നരകത്തിന്റെ ചൂടാണ്. നിങ്ങൾ ലാ തസബ്ബുൽ ഹുമാ, പനിയെ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ പേരിൽ അല്ലാഹു നിങ്ങളുടെ 2 വർഷത്തെ പാപമാണ് ഒരു ദിവസത്തിന്റെ പനിയുടെ പേരിൽ അല്ലാഹു മാപ്പാക്കുക. 6 ദിവസം പനി പിടിച്ചു കിടന്നാൽ 8 വർഷത്തെ പാപമല്ലയോ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരിക? 12 വർഷത്തെ പാപമല്ലയോ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരിക? സംഭവം കുറഞ്ഞ കാര്യമാണത്. ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അല്ലാഹ് അങ്ങനെ ഇങ്ങനെ, അല്ലാഹ് ഇങ്ങനെയാണ്, അല്ലാഹ് അങ്ങനെയാണ്, ഓരല്ലാത്ത പനി, ഒടുക്കത്തെ പനി, അങ്ങനത്തെ പനി, ഇങ്ങനത്തെ പനി, അങ്ങനത്തെ പനി, ഇങ്ങനത്തെ പനി എന്നൊക്കെ നമ്മൾ പ്രാവുകയല്ലേ? നമ്മളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു പണി വരുമ്പോ നമ്മളൊക്കെ ശപിക്കും. കുട്ടികളെ വിളിക്കും, കളിക്കാൻ പോകും. ഒടുക്കത്തെ കളിയാണ്, അതിന്റെ ഒടുക്കത്തെ കളി. ആരാ? അമ്മ പറയും, അത്ത പറയും, വാപ്പ പറയും, ഉമ്മ പറയും, വിളിച്ചാ വരാത്തന്റെ പേര്, വിളിച്ചാ വരാത്തന്റെ പേര്. വണ്ടി ഓടിച്ചോണ്ട് പോകും, ഇടയ്ക്കോട്ട് സ്റ്റാർട്ട് ആവും, ഓഫ് ആവും, പിന്നെ കിക്ക് അടിക്കും, അടിച്ചടിച്ചു ഒടുക്കത്തെ കത്തപ്പെട്ടി പിടിച്ചൊരു വണ്ടി പണ്ടാരടങ്ങാൻ ഇതും കൊണ്ട് ഇറങ്ങിയല്ലോ. വണ്ടി ശപിക്കും. കട തുറന്ന് കച്ചവടം വെച്ചോണ്ടിരിക്കും, ഒരുത്തനും വരില്ല. 2-3 വീട്ടിൽ ഇപ്പം കച്ചവടം പണ്ടാരടങ്ങ. ഈ പണിയെല്ലാം കളഞ്ഞെടുത്ത് കളഞ്ഞില്ല, കനാലി വല്ല ചാടിയിലെത്താൻ മതിയായിരുന്നു കച്ചവടം. കുറെ നാളായിട്ട് 10-9,000 രൂപ കടവും മേടിച്ചോണ്ട് പണി തുടങ്ങി. ഒരു ലാഭവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, വേറെ ജോലിയൊന്നുമില്ല, തൂങ്ങിച്ചെത്താലോ. ഒരു ഹദീസ് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കളെ ഒട്ടകത്തിൽ ഓരോരുത്തരും ഓരോ ഒട്ടകത്തിൽ ഒരു യുദ്ധത്തിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ ഒട്ടകങ്ങളും ആളുകളുമായി വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒരു സഹാബിയുടെ ഒട്ടകം മാത്രം മെല്ലെ മെല്ലെ സഞ്ചരിക്കുകയാണ്. ഏതെല്ലാം നിലകൾ അടിച്ചു നോക്കി, കുത്തി നോക്കി, പീഡിപ്പിച്ചു നോക്കി, ആ ഒട്ടകം വേഗതയോടെ സഞ്ചരിക്കാതെ വന്നപ്പോ ആ സഹാബി ഒട്ടകത്തെ പ്രാവുകയായി ശ്രമിക്കുകയായി. കാളയുടെ ഒക്കെ ദുബറിൽ കുത്തും കമ്പി വെച്ചിട്ട്, അതോ കഷ്ടം. പാവം എരുമ, കാളവണ്ടി എന്നൊക്കെ പറഞ്ഞ എന്നെ കട്ടിക്കുന്ന അടിയാണ്. ഇത്ര പീഡിപ്പിക്കാൻ 2 അടയാളം ഇങ്ങനെ കാണില്ല. എന്റെ ദുബറിന്റെ ഭാഗത്ത് 2 അടയാളം ഇങ്ങനെ അടിച്ച് പൊള്ളിപ്പിക്കുന്നത്. വലിയ ത്യാഗം തന്നെ, കഷ്ടം. അപ്പൊ ഈ ജല്ലിക്കെട്ടിനകത്തൊക്കെ മുളകൊക്കെ അരച്ചിട്ട് കണ്ണിലൊക്കെ കയറ്റി വെക്കും. ദുബറിലും കണ്ണിലും ഒക്കെ മുളകൊക്കെ അരച്ച് മറ്റിടത്തൊക്കെ അങ്ങോട്ട് പെരട്ടും. ഈ ജല്ലിക്കെട്ടിന് എന്നാലേ ഇത് ഇറങ്ങത്തുള്ളൂ. ഇങ്ങനെ ആ ദേശത്തിന് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് കുത്തുന്നത്. അല്ല ചുമ്മാ കാടിയെല്ലാം കൊടുത്ത് ഐസ്ക്രീം കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അത് പോകില്ലല്ലോ സംഭവം. നല്ല കാന്താരി തേച്ച് അങ്ങോട്ട് പെരട്ടി കൊടുക്കണം. പോക്കല്ല പോകുന്ന സംഭവം. അങ്ങനെയാണല്ലോ പോകുന്നത്. അങ്ങനെയാണ് കുത്തിമത്സരുന്നത്. അതാണല്ലോ ഈ മത്സരങ്ങൾക്ക്, ജല്ലിക്കെട്ടൊക്കെ രീതി അങ്ങനെയാണ്. അങ്ങനെ ഓടിച്ചു. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാളവണ്ടിയൊക്കെ അതിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഉള്ള ഭാരം മൊത്തം എന്റെ തലമുണ്ടിൽ അടിച്ചിട്ട് ഇതിനെ കുത്തുക. കഷ്ടം തന്നെ. അങ്ങനെ പിരാഗി ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദഊ അലാ അൻഫുസികും വലാ തദഊ അലാ ഔലാദികും വലാ തദഊ അലാ ഖദമികും വലാ തദഊ അലാ അംവാലികും ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെതിരെ പ്രാകരുത്, ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാകരുത്, ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥന നടത്തരുത്. നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ, നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങൾക്കെതിരെ നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തരുത്. എപ്പോഴാണ്, ഏത് സമയത്താണ് നിങ്ങളുടെ പ്രാർത്ഥനയും അല്ലാഹുവിന്റെ ഇജാബത്തിന്റെ സമയവും ഒത്തിണങ്ങിയാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ,
നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ, നിങ്ങളുടെ വാഹനത്തിനെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ ഒരു തമാശയ്ക്ക് പോലും നിങ്ങളൊരു വാക്ക് പറയരുത്. അത് സംഭവിക്കും, അത് യാഥാർത്ഥ്യമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. എല്ലാവരുടെ കുട്ടികളെ പ്രാവും തള്ളമാര് പറഞ്ഞാൽ കേൾക്കാത്തവര് കുട്ടികളെ പ്രാവും. എന്താ സംഭവിക്കാം? കാരണം നീന്തി വരത്തില്ല, നീന്തി നാളെ കളിക്കാൻ പോകത്തില്ല, അതിന്റെ ഒടുക്കത്തെ കളിയാ. കറക്റ്റാ. ചിലപ്പോ പെട്ടെന്ന് കളിക്കുന്ന കൂട്ടത്തിൽ എന്താവും, കനാലിൽ വീട് മരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് കളിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ബൈക്ക് ഇടിച്ച് ആശുപത്രി കൊണ്ടുപോയി, തീർന്നു. എത്ര സംഭവങ്ങളാണ്. കൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ശപിക്കരുത്, പ്രാകരുത്, ഒരാളെയും പ്രാകരുത്, ഒരാളെയും ശപിക്കരുത്. ശാപം ആരെങ്കിലും ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഇങ്ങനെ പറന്നു വരും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇങ്ങനെ പറന്ന് ആരെയാണോ ശപിച്ചത് അവന്റെ തലയ്ക്ക് മീതെ വന്ന് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നോക്കും ഈ ശാപം ഇവൻ അർഹനാണോ ഇല്ലയോ. അല്ല എന്ന് കണ്ടാൽ ആരാണോ ശപിച്ചത് അവരിലേക്ക് തിരിച്ചു മടങ്ങും. അല്ലാഹുവേ, ഇവൻ വെള്ളിടി വെട്ടി ചാവണേന്ന് പറയും. നോക്കുമ്പോ ആ വെള്ളിടി ഇങ്ങനെ വന്നിട്ട് ആരെ കുറിച്ചാണ് പ്രാഗി. കുഴപ്പമില്ല, ഇവൻ നല്ല മനുഷ്യനാണല്ലോ, ഇവൻ ഒരുപാട് സദഖകളൊക്കെ ചെയ്യുന്ന നല്ലവനാണല്ലോ, നല്ല ഗുണമുള്ള, ഇവന്റെ മേലിലേക്ക് ഇത് വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ അസൂയ കൊണ്ട് വിട്ടതായിരിക്കും, അല്ലെങ്കിൽ അവൾ അസൂയ കൊണ്ട് പറഞ്ഞതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, അവിടെ മണ്ടക്കോട്ട് തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കാം. യാ അല്ലാഹ്, അടുത്ത ഇടിയിൽ അവള് തീർന്നു, സംഭവം തീർന്നു. ഒരൊറ്റ മനുഷ്യനെ പിരാകാൻ പാടില്ല, ഒരാളെ ശരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല്ലിടിച്ചു കൊഴിച്ചു, പല്ലടിച്ചു പൊട്ടിച്ചു, മുഖത്തടിച്ചു, മുതുകത്ത് ചവിട്ടി. എന്നിട്ട് സ്വഹാബാക്കൾ പറഞ്ഞു, പിരാഗു നബിയെ, പിരാഗു നബിയെ, പിരാഗു നബിയെ, നിങ്ങളെ വേദനിപ്പിച്ച്. ലഖദ് വഉദ്മിയ വജ്ഹു വഖുസ്റത് റുബാഇയതു ഫഅബൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, ഞാൻ ശപിക്കാൻ വേണ്ടി വന്നവനല്ല, ഞാൻ കാരുണ്യത്തിന്റെ തിരുദൂതനാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി വന്നവനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചില്ല. അപ്പൊ ആരെയും നമ്മൾ ശപിക്കാൻ പാടില്ല. നമ്മളൊരു വ്യക്തികളെ ശപിക്കാൻ പാടില്ല, നമ്മൾ ഈ സ്ഥാപനത്തെ ശപിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ മക്കളെ ശപിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഖുർആനല്ലേ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ ഖുർആനിന്റെ വാക്കുകളല്ലേ, ഖുർആനിന്റെ പ്രചോദനങ്ങളല്ലേ, ഖുർആനിന്റെ സന്ദേശങ്ങളല്ലേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ എത്ര മനോഹരമായിട്ട് പറഞ്ഞ, ഒരാളെ ചീത്ത വിളിക്കരുത്, ഒരാളെ പരിഹസിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. അലാ തസ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ് ആ ദൈവത്തെ ആരാധിക്കുന്ന വർഗ്ഗത്തെ നമ്മൾ പരിഹസിക്കരുത്, കളിയാക്കരുത്, ചീത്ത വിളിക്കരുത്. എത്ര വലിയ മാതൃക പരിശുദ്ധമായ ഖുർആൻ, എത്ര വലിയ മാതൃക പഠിപ്പിച്ചിരുന്നത്, എത്ര വലിയ മഹനീയമായ മഹത്വമേറിയ വാക്കുകളെ നമുക്ക് ഇത് പഠിപ്പിച്ചിരുന്നത്. അമുസ്ലിമുകളെ ചീത്ത വിളിക്കരുതെന്ന്, അമുസ്ലിമുകളെ തെറി പറയരുത്, അമുസ്ലിമുകളെ ആക്ഷേപിക്കരുത്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീകളെ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്. ആക്ഷേപിക്കപ്പെടുന്നവർ ആക്ഷേപിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. നാളെ റബ്ബിന്റെ മുന്നിൽ ആരാണ് വിജയികളെന്ന് അല്ലാഹു അഅലം. ഇന്നഅക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാന്റെ അടുക്കൽ ആരാണ് ഉന്നതൻ നമുക്കാർക്കും അറിയില്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മളിപ്പോ വലിയ ഷാളൊക്കെ ഇട്ട് വലിയ നീട്ടിപ്പിടിച്ച് പ്രസംഗിക്കുന്ന മൊയ്ലാരായിരിക്കും രക്ഷയെന്ന്. അള്ളാഹു അലം. ഇവിടെ പാവം പിടിച്ച സാധുക്കളായ അഴുക്ക് വസ്ത്രവും ധരിച്ച് അള്ളാഹ് 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 എന്ന് വിളിച്ചു നടക്കുന്ന സാധുവിനായിരിക്കും നാളെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സ്ഥാനം. അത് മനസ്സിലാക്കണം. AC ഇട്ട് വണ്ടി പോകുന്ന എന്നെ പോലുള്ളവനായിരിക്കൂല. സൈക്കിളിൽ ചവിട്ടി കൊടുമ്പയിലത്ത് ത്യാഗം സഹിക്കാൻ പോകുന്ന അള്ളാഹ് അള്ളാഹ് എന്ന് വിളിക്കുന്ന സാധുക്കളായ മക്കൾക്കായിരിക്കും സ്ഥാനം. പിന്നെ അക്രമക്കുന്നുള്ള യത്താക്കും. നമ്മുടെ ശരീരം വലിപ്പമൊന്നും വേണ്ടതില്ല, അള്ളാഹ്ക്കൊന്നും വേണ്ട. അള്ളാഹ് ഹൃദയത്തിൽ തഖ്വ വേണം. വകാന തഖിയ. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തി തഖിയ, കഴുത്ത് മുറിച്ചു മാറ്റി. അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ആസിയ ബീവി ത്യാഗം സഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നുമില്ല. എന്തിനാ ഇതിനേക്കാൾ വലുത് അവിടെ കിട്ടുമെന്ന്. നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ എല്ലാവർക്കും റൂഹിനെ പിടിക്കുമ്പോൾ വേദന ഒരേപോലെയാണ്, ഒരേപോലെ വേദനയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്താ ഒരു വ്യത്യാസം വരുന്നത്? അല്ലാഹു തആല സ്വർഗത്തിന്റെ രംഗങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന സമയത്ത് ഒരൊറ്റ പിടുത്തം പിടിക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു പോകും, വേദന നമ്മൾ അറിയില്ല. അതാണ് സംഭവം.
വേദനയല്ല സെയിം ആയിരിക്കും. മറ്റവരുടെ മുന്നിൽ ഭീകര രംഗങ്ങളായിരിക്കും കാണിച്ചു കൊടുക്കുക. ഇതേപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിസ്രിലെ പെണ്ണുങ്ങൾ കണ്ടപ്പോൾ വിരൽ മുറിച്ചു. യൂസുഫിനെ നോക്കി മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്താ പൈസ ഐറ്റം കൊള്ളാലോ. പെട്ടെന്ന് അവർ ആപ്പിൾ മുറിക്കാൻ വേണ്ടി സലീഖ പറഞ്ഞു. ആപ്പിൾ മുറിച്ചതല്ല, ആപ്പിളല്ല മുറിച്ചത്, വിരല മുറിച്ചു. പക്ഷെ വിരൽ മുറിച്ചപ്പോൾ വേദന അറിഞ്ഞില്ല. കാരണം എന്താ? യൂസുഫിന്റെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോയി. നമ്മളിപ്പോ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി പെട്ടെന്ന് വേദന എടുക്കൂല. കുറച്ചുകൂടെ കഴിഞ്ഞ് ബൈക്ക് എടുത്ത് തുടച്ചെല്ലാം എഴുന്നേറ്റ് ഇങ്ങോട്ട് 2 കിലോമീറ്റർ വരുമ്പോൾ അവിടെ നീറ്റിലടിക്കാൻ തുടങ്ങും, ഇവിടെ അടിക്കാൻ തുടങ്ങും, പുറത്തോട്ട് നീറ്റിലടിക്കാൻ. അപ്പോഴേ അറിയാം നമ്മൾ എത്ര തയ്യലുണ്ട്, എത്ര മുറിവുണ്ടെന്നൊക്കെ. വീണോടെ നമ്മൾ അറിയില്ല സംഭവം. പിന്നീടാണ് ഇന്ന് നമ്മൾ വീണെന്നാ നാളെയല്ലേ വേദനയുള്ളൂ എന്നതുപോലെയാണ് സംഭവം. ആ സമയത്ത് നമ്മളത് അറിയില്ല. അതങ്ങനെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഷഹീദാക്കപ്പെട്ടാൽ അള്ളാന്റെ മാർഗത്തിലാണോ? അള്ളാന്റെ മാർഗത്തിലാണോ? ഖുർആൻ പഠിച്ചവർ അള്ളാന്റെ മാർഗത്തിലാണ്. ആ മാർഗത്തിൽ ഷഹീദായ അള്ളാന്റെ മാർഗത്തിൽ ഖുർആൻ പഠിക്കുന്ന വഴിയിൽ മരിച്ചുപോയാൽ സുഖമല്ലേ? വേറെന്താ സംശയം? എന്താ വേറെ വിഷയത്തിൽ? ഖുർആന്റെ അഹ്ലുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ? ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഖുർആന്റെ അഹ്ല്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവർ ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു, അല്ലാഹുവിന്റെ അടുത്ത അഹ്ലുകാരാണ്. അല്ലാഹുവിന്റെ അടുത്തവരാണ്, അടുത്ത അഹ്ലുകാരാണ്, അല്ലാഹുവിന്റെ അടുത്തവരാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, അതുകൊണ്ടാണ് ജനങ്ങളെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നത്, നന്നാക്കി കൊണ്ടുവരുന്നത്, സംസ്കാര സമ്പന്നരാക്കി മാറ്റുന്നത്, അധർമ്മങ്ങളും അശ്ലീലതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വവും മഹനീയതയും കൊണ്ട് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ് ഇത് പീഡിപ്പിക്കപ്പെടുന്നത്. ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ് ജനങ്ങളെ ഇന്ന് കൊന്നുകളയുന്നത്. എന്നാലും മ്യാൻമറിലെ മക്കളെ കെട്ടിയിട്ടിട്ട് ഡ്രില്ലിംഗ് മിഷൻ കൊണ്ടുവന്ന് അവരുടെ നെഞ്ചിനകത്ത് ചേർത്ത് വെച്ചിട്ട് പന്നി മാംസം തിന്നുമോ, മദ്യപിക്കുമോ? അല്ലാഹു ഇല്ല എന്ന് പറ. ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഡ്രില്ലിംഗ് മിഷൻ അവരുടെ ഹൃദയത്തെ തളച്ചു കയറി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരിയോടെ അവർ ഷഹീദായി. പുഞ്ചിരിയോടെ ഷഹീദായി. മ്യാൻമറിൽ അത്രയും മക്കൾ, ഫലസ്തീനിലെ എത്രയോ കുഞ്ഞുമക്കൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് നമ്മളിവിടെ അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ തലയോട്ടിയെടുത്ത് പിടിച്ചുകൊണ്ടാണ് ജൂത പരിശകൾ നടക്കുന്നത്. ആ സമയത്തും അല്ലാഹ് നീ അല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ എന്ന ഉറക്ക പ്രഖ്യാപനമാണ് ഫലസ്തീനിലെ കുരുന്നുകൾ പോലും വിളിച്ചത്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരൊറ്റ വാക്കാണ്. എന്തിന്റെ പേരില്ല? ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും, ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും, ഞങ്ങൾക്ക് ഷഹീദായ അതാണ് എന്റെ കൂടി. ആ ത്യാഗം അവർ അനുഭവിച്ചത്, അതങ്ങ് സ്വർഗ്ഗം. കാരണം ആ സമയത്ത് ആ വേദന അവർക്ക് പ്രശ്നേ അല്ല. ആ വേദന അല്ലാഹു എടുത്തു മാറ്റും. അതാണ് അതിന്റെ അർത്ഥം. ആസിയ ബീവിക്ക് അല്ലാഹു എടുത്തു മാറ്റിയതുപോലെ, മാഷിത്ത ബീവിക്ക് അല്ലാഹു എടുത്തു മാറ്റിയതുപോലെ ഒക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ പറഞ്ഞു. അപ്പൊ മിഅ്റാജിൽ പോയ സമയത്ത് സക്കരിയ നബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ സക്കരിയ നബി പറഞ്ഞ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് എന്റെ വേദന എടുത്തു മാറ്റി. ഇതിനൊക്കെ ബർക്കത്ത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ കലാമിനോട് അവന്റെ വാക്കുകളെ നമ്മൾ അംഗീകരിച്ചതിന്റെ പേരിലാണ്. ഹംലത്തുൽ കിതാബ് മഹ്ഫൂഫൂന ബിറഹ്മത്തില്ലാഹ് അൽ മുൽബസൂന നൂറല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നടക്കുന്നവർ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ നൂറിനെ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. മൻ ആദാഹും ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും അവരോട് ധിക്കാരം പ്രവർത്തിച്ചാൽ, ആരെങ്കിലും അവരോട് എതിര് പ്രവർത്തിച്ചാൽ ഫഖദ് ആദല്ലാഹ്, അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരെ പോലെയാണ്. വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. ആരാണോ ഖുർആൻ പഠിച്ച മക്കളോട് സ്നേഹം കാണിക്കുന്നത്, ഖുർആൻ പഠിച്ച സ്ഥാപനത്തോട് സ്നേഹം കാണിക്കുന്നത്, ആ ഖുർആൻ പഠിക്കുന്നതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നവരോട് അവർ നിന്റെ മുന്നിൽ കൈ നീട്ടി വരുമ്പോ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേ എന്ന് നിന്റെ മുന്നിൽ കൈ നീട്ടി അതിന്റെ സംഘാടകരോ പ്രവർത്തകരോ വരുമ്പോ അവരെ ആട്ടിയോടിക്കാതെ നിന്നാൽ കഴിയുന്ന ഒരു സഹായം കൊടുത്ത് നീ അവരെ സഹായിച്ചാൽ, എന്റെ പൊന്നു സഹോദരാ, ഈ അൽബുസ്താന്റെ സ്ഥാപനത്തെ അല്ല നീ സഹായിച്ചത്, ഈ വള്ളിത്തുണ്ടിലെ ഖുർആനിന്റെ സ്ഥാപനത്തെ അല്ല നീ സഹായിച്ചത്, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ അല്ല നീ സഹായിച്ചത്, ഇവിടുത്തെ നാട്ടുകാരെയോ സംഘാടകരെ അല്ല നീ സഹായിച്ചത്. വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. നീ സഹായിച്ചതും നീ സ്നേഹിച്ചതും അല്ലാഹുവിനെയാണ്, ഈ ഖുർആനിന്റെ ഉടമസ്ഥനെയാണ്. നബിയുനാ റസൂലുള്ളാഹി
മനസ്സിലായോ? 2000 രൂപയ്ക്ക് നിന്റെ മുന്നിൽ കൈ നീട്ടുമ്പോ നീ അല്ലാഹ് ഞാൻ തരുന്ന ആർക്കാ? അല്ലാഹ് നിനക്ക് വേണ്ടി സ്ഥാപനം ഉണ്ട്. ഈ സ്ഥാപന സംഘാടകർക്കും അല്ല, അല്ലാഹ്. വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. ഇനി ആരെങ്കിലും എതിരെ പ്രവർത്തിച്ചുകൊണ്ട് നടന്നാൽ ഫഖദ് ആദല്ലാഹ്, അവർ അല്ലാഹുവിനോടാണ് എതിരെ പ്രവർത്തിക്കുന്നതെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. യുദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആൻ ശർറു ദുനിയാ. ഖുർആൻ ഓതാൻ അറിയാത്തവരെ, ഈ ഖുർആൻ ഓതുന്ന മക്കളുടെ അരികിൽ പോയിരുന്ന് ഖുർആൻ നിങ്ങളൊന്ന് കേൾക്കണേ. ഖുർആൻ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യമെന്താണ്? അല്ലാഹു ദുനിയാവിലെ ശർറുകൾ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ ഇടങ്ങാറുള്ള മാറ്റി തരുന്നു ഖുർആൻ കേട്ടാൽ. എന്താ രണ്ട് സംഘാടകർ നിൽക്കുന്നത്? എന്താപ്പാ ലിസ്റ്റൊക്കെ ആയിട്ട് മെല്ലെ വരുന്നത്. മനസ്സിലായില്ലേ സംഭവം? ഖുർആൻ കേട്ടാൽ കേട്ടോ. നിങ്ങൾക്ക് ഓതാ അറിയാമെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് കേൾക്കണം. ഖുർആൻ മക്കൾ ഓതുന്നത് അവിടെ അടുത്ത റൂമുണ്ട്, അവിടെ വന്ന് കേൾക്കണം. അങ്ങനെ കേട്ടാൽ ദുനിയാവിലെ ഷർറല്ല ഒഴിവാക്കി തരും. ദുനിയാവിലെ ഷർറല്ല ഒഴിവാക്കി തരും. യുദ്ഫഉൻ കാലിൽ ഖുർആൻ ബൽ വൽ ആഖിറ. ഖുർആൻ ഓതുന്നവർക്ക് ആഖിറത്തിലെ പരീക്ഷണം അല്ലാഹു ഒഴിവാക്കി തരും. ഖുർആൻ കേൾക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിലെ ഷർറ് ഒഴിവാക്കി തരും. ഖുർആൻ ഓതുന്നവർക്ക് ആഖിറത്തിലെ ഷർറ് അല്ലാഹു ഒഴിവാക്കി തരും. കഴിഞ്ഞ ദിവസം വിനീതം വന്നിട്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ഖബറിൽ അല്ലാഹു ഖുർആൻ ഓതുന്നവർക്ക്, ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക്, ഖുർആനിനെ സഹായിക്കുന്നവർക്ക് ഖബറിൽ ഖുർആന്റെ സഹായം ഉണ്ടാകുമെന്ന് ഇബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇദാ ഹളറത്തിൽ വഫാത്തു യഅനി അൽ മുഅ്മിനൽ മുജ്തഹിദ ബിൽ ഖുർആൻ. ഒരു സത്യവിശ്വാസിക്ക് മരണം ആസന്നമായാൽ, ഏതാണ് ആ സത്യവിശ്വാസി? ഖുർആനുമായി ബന്ധപ്പെട്ടവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, ഖുർആൻ ഓതിയവനാണ്, ഖുർആൻ മനനം ചെയ്തവനാണ്, ഖുർആൻ കേട്ടവനാണ്, ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചവനാണ്, ഖുർആൻ കേൾപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുത്തവനാണ്, എപ്പോഴും ഖുർആനിനെ സ്നേഹിച്ച് നടന്നവനാണ്. അവൻ മരണമാസന്നമാകുന്ന സമയത്ത് മരിക്കാൻ കിടക്കുമ്പോ ജാഅൽ ഖുർആൻ ഫവഖഫ ഇൻദ റഅസിഹി. അവൻ മരിച്ചുപോയി. ആ മരണസമയത്ത് ഖുർആൻ അവന്റെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുകയാണ്, ഒരു നിഴല് പോലെ വന്ന് നിൽക്കുകയാണ്. വഹും യഗ്സിലൂൻ. ഇവന്റെ മയ്യത്ത് ജനങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധമായ ഖുർആൻ ഇവന്റെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുകയാണ്. ഫൈദാ ഫറഗ മിൻഹു. അങ്ങനെ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെല്ലാവരും ഒഴിവായി ഈ മയ്യത്ത് കഫൻ പൊതിയുന്നതിന് വേണ്ടി കൊണ്ട് വിരിച്ച തുണിയിൽ, വിരിക്കപ്പെട്ട തുണിയിൽ കൊണ്ട് മലർത്തി കിടത്തുമ്പോ അവന്റെ നെഞ്ചിന്റെയും അവന്റെ കഫൻ പുടവയുടെയും ഇടയിലേക്ക് ഈ പരിശുദ്ധമായ ഖുർആൻ കടന്നു വരികയാണ്. അങ്ങനെ അവന്റെ മയ്യത്ത് പൊതിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുവച്ച് ഖബറിലേക്ക് വെക്കപ്പെട്ട് അവരിൽ നിന്ന് എല്ലാവരും മടങ്ങിപ്പോകുന്ന സമയത്ത് അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരികയാണ്. ഖുർആൻ പഠിച്ചു ഖബറിലേക്ക് കൊണ്ടുവച്ചു. മുൻകർ നക്കീർ ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഈ മനുഷ്യനെ സഹായിക്കുന്നത് എങ്ങനെ? ഹത്താ സാറ ബൈന സദ്രിഹി വകഫനിഹി വഖറജ മിൻ സദ്രിഹി വകഫനിഹി. അവന്റെ നെഞ്ചിന്റെയും കഫൻ തുണിയുടെയും ഇടയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുന്നത്. രണ്ട് ഭാഗത്ത് മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് രണ്ട് ഭാഗത്ത് മുൻകർ നക്കീർ വന്ന് നിൽക്കുമ്പോ അവരുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നേയില്ല, ചോദ്യം ചെയ്യാൻ സമ്മതിക്കുന്നേയില്ല. ഉടനെ മുൻകർ നക്കീർ വജാഅൽ മുൻകർ വന്നക്കീർ
മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വത്തസ്ലീമാത്തു എന്ന് പറയുകയാണ്. ഇലൈക അന്നാ, ഒന്ന് മാറി നിൽക്കണേ. ഫൈന്നാ നസ്അലുഹു ഫൈന്നാ നുരീദു അൻ നസ്അലഹു, ഞങ്ങൾക്ക് ഇവനെ ചോദിക്കാറുണ്ട്, ഇവനെ ചോദ്യം ചെയ്യാറുണ്ട്, അതുകൊണ്ടൊന്ന് മാറി നിൽക്കണേ, മാറി നിൽക്കണേ എന്ന് ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വത്തസ്ലീമാത്തു പറയുമ്പോ, ഇല്ല ഇല്ല ഞങ്ങൾ മാറുകയില്ല, ഒരിക്കലും ഞങ്ങൾ മാറുകയില്ല എന്ന് വാശി പിടിക്കുമ്പോൾ, ശാഠ്യം പിടിക്കുമ്പോൾ മുൻകർ നക്കീർ പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അവന്റെ ഖദറാണ്, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇൻ കുൻതും അമർതും ബിശൈഇൻ ഫശഅനുകും, ഇതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ, ഫശഅനുകും, എങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക. സുമ്മ യൻദുറുൽ ഖുർആനു ഇലൈഹി, പിന്നീട് ആ മയ്യത്തിലേക്ക് ആ ഖുർആൻ തിരിഞ്ഞു നോക്കുകയാണ്, ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ്. ഫയഖൂലു, ആ ഖുർആൻ ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ഫയഖൂലു ലാ, എനിക്ക് നിന്നെ അറിയുകയില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, ആ സുന്ദരനായ മഹാമനുഷ്യൻ പറയുന്നത്, ആരുടെ മണ്ണിന്റെ ഇരുണ്ട ദൂരത്തിലാണ് എല്ലാവരും പള്ളിക്കാട് വരെ വന്നു. ആ പള്ളിക്കാട്ടിൽ വന്ന് 3 പിടി മണ്ണ് വാരി നമ്മുടെ മേലേക്ക് വലിച്ചെറിഞ്ഞ് ഒരമണിക്കൂർ പോലും ആ ഖബർസ്ഥാനിൽ നിൽക്കാതെ അവരെല്ലാവരും മടങ്ങിപ്പോയതിനു ശേഷം ആരോരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ ഏകാന്ത ജീവിതത്തിൽ നമുക്ക് തണലായി തുണയായി വരുന്നതാരാണ്? ഈ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ ആ മയ്യത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ അറിയുവോ സഹോദര? നിനക്ക് എന്നെ അറിയുവോ സഹോദര? ഫയഖൂലു, അവൻ പറയുന്നു, ലാ, എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന് പറയുമ്പോ, ഫയഖൂലു, ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ പറയുകയാണ്, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅളമാ നഹാറക വഅംനാക ശഹവതക, ഞാനാണ് ഖുർആൻ, ഞാനാണ് ഖുർആൻ, ഞാനാണ് ഖുർആൻ. ഏത് ഖുർആൻ? നീ ഉറക്കമിളച്ച് തീ കോരിയിരുന്ന പാരായണം ചെയ്ത ഖുർആൻ, രാപ്പകലില്ലാതെ എന്നെയും ഏന്തിക്കൊണ്ട് പേറിക്കൊണ്ട് ചുമന്നുകൊണ്ട് ഓടി നടന്നില്ലേ, എന്റെ വഴികളെ അനുധാവനം ചെയ്തില്ലേ, എന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചില്ലേ, ആ ഖുർആനാണ് ഞാൻ. ഏത് പാതിരാ സമയമായാലും ഖുർആൻ എടുത്ത് വെച്ചൊന്ന് നോക്കിയിട്ട് ഒരു 2 ആയത്തെങ്കിലും ഓതാതെ നീ ഉറങ്ങിയിരുന്നില്ലല്ലോ. എത്രയോ റമദാൻ നിന്നിലൂടെ കടന്നുപോയിട്ട് ആ ഖുർആനുമായല്ലേ നിന്റെ പരിശുദ്ധമായ റമദാനിനെ നീ വരവേറ്റത്. പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നമസ്കാരത്തിൽ ഈ ഖുർആൻ പരിപൂർണമായി കേട്ടവനല്ലേ, ഓതിയവനല്ലേ? അശ്ലീലമായ ചുവയുള്ള സംസാരങ്ങളോ അശ്ലീല വീഡിയോകളോ അശ്ലീല മെസ്സേജുകളോ കാണുന്നതിന് പകരം അതെല്ലാം ഒഴിവാക്കട്ടെ. എത്രയെത്ര ചെറുപ്പക്കാർ അശ്ലീലങ്ങളുമായി ബന്ധപ്പെടുമ്പോ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞവനല്ലേ? ആ ഖുർആനാണ് ഞാൻ, ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരി വനകീർ, മുൻകർ നകീർ നിന്നെ ചോദിച്ചോട്ടെ, നിന്റെ ഉപ്പ നിന്നെ സഹായിക്കാനില്ല, നിന്റെ ഉമ്മ നിന്നെ സഹായിക്കാനില്ല, ദുനിയാവിൽ നിന്റെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ നിന്നെ സഹായിക്കാനില്ല. ഫഅബ്ശിർ, നിനക്ക് സന്തോഷ വാർത്ത ഞാനിതാ നൽകുകയാണ്. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരി വനകീർ, മുൻകർ നകീർ നിന്നോട് ചോദിച്ചു കൊള്ളട്ടെ, നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ. അവർ ചോദിച്ചു തീരുന്നതിന് മുമ്പ് നിനക്കൊരു സന്തോഷ സമ്മാനങ്ങളുമായി ഞങ്ങൾ ഓടിയെത്താമെന്ന് പറഞ്ഞിട്ട് ഫയസ്അദുൽ ഖുർആനു ഇലാ റബ്ബിഹി, ആ ഖുർആനതാ ആ ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയരുകയാണ്. ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തട്ടോ, പേടിക്കൊന്നും വേണ്ട, അവര് ചോദിച്ചോട്ടെ. ഏയ് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നീ ടെൻഷൻ അടിക്കണ്ട, അവർ ചോദിച്ചോട്ടെ. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ, ഇപ്പൊ വരാന്ന് പറഞ്ഞ ഒറ്റ പോക്ക് പോകും. ആര്? ഖുർആൻ. ഫയസ്അദുൽ ഖുർആനു ഇലാ റബ്ബിഹി, എന്നിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുന്ന വെറും കൈയോടെ അല്ല. ഫാറൂഖ് മുസ്ലിയായിരുന്നു ഉറങ്ങുന്നു. കഷ്ടം. നമ്മളിവിടെ വല്ലാത്ത പനിയും പിടിച്ച് മൂക്കളെയും ചീറ്റി ഇവിടെ പ്രസംഗിക്കുക.
ഇരുന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് അങ്ങനെ പ്രസംഗിക്കണം, ഇങ്ങനെ പ്രസംഗിക്കണം, ഒന്ന് പ്രസംഗിക്കണം, 2 മണിക്കൂർ പ്രസംഗിക്കണം, 3 മണിക്കൂർ പ്രസംഗിക്കണം, 4 മണിക്കൂർ പ്രസംഗിക്കണം. ഇനി വാ വെള്ളം ഒഴിച്ച്, ഇനി വാ, എന്നിട്ട് വാ കട്ടൻ ചായ ഒഴിച്ച് അല്ലാഹു പടച്ചവനെ റബ്ബേ, ഖുർആനിന്റെ അഹ്ലുകാരാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖുർആനിന്റെ എല്ലാവിധ സഹായങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഞങ്ങൾക്ക് തന്ന് നീ ഞങ്ങളെ സഹായിക്കണേ പടച്ച റബ്ബേ. പടച്ചവനെ, ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അതിനെ സഹായിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ നമുക്കിവിടെ സ്ഥാപനം തുടങ്ങി വെച്ചു. അൽഹംദുലില്ലാഹ്, അതിന് തുടക്കമൊക്കെ ആയി. നേരത്തെ നമ്മൾ പറഞ്ഞ 12 ലക്ഷം കടമുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ 5.25 ലക്ഷത്തിലെത്തി. കട അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കിയൊക്കെ ആരൊക്കെയോ സഹായിച്ചു. അൽഹംദുലില്ലാഹ് 5.25 ലക്ഷമായി. നമ്മുടെ മക്കളുടെ പരിപാടി തുടങ്ങാൻ തുടങ്ങി പരിപാടി തുടങ്ങി തങ്ങള് ഓതി വെച്ച് തുടങ്ങി കൊടുത്തു. എത്ര കുട്ടികളുണ്ട്? 16 കുട്ടികളായി. കുട്ടികളെ കിട്ടാൻ വലിയ പാടാ. 16 കുട്ടികളായി. കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ ആയല്ലോ അല്ലേ? ചാപ്പാട്, ചോറ്, എന്ത് കാര്യങ്ങളെത്തി കാണിക്കുന്നത് ഒന്നുമില്ല. ഇത്ര ഓതി തന്നെ വലിയ കാര്യമില്ലേ? ഖുർആന്റെ അഹ്ലുകാർക്ക് ഖുർആനെ സഹായിക്കാൻ വേണ്ടി മലക്കൾ പോയിരിക്കും ആകാശത്തേക്ക്, ഇറങ്ങി വന്നില്ല. അഹ്ലുൽ ഖുബൂർ എന്ന് പറഞ്ഞ കിതാബുണ്ട്, അതിനകത്തുള്ള സംഭവം കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ട, ഇനി ചുമ്മാ ആവശ്യമില്ലാതെ ഈ പി കിടന്ന് അടിക്കുവാന്ന് വിചാരിക്കില്ല.